Good morning, students. Our topic on today is Service Cooperative Society versus Farmers Service Society. We have already learnt about Primary Agriculture Credit Societies PACS and Farmers Service Society, and now we are going to discuss what are the difference between these two societies. Firstly, both these societies are considered as primary societies, and the basic purpose of this society is to provide cheap and adequate credit to the agriculturalists and artisans of the rural areas. But there are a number of differences between these two cooperative societies with regard to their constitution and working. So, we are going to explain in detail the basic differences. Firstly, the area of operation of a service cooperative society is normally a village or panchayat, and the idea is to cover a minimum of 500 families and a population of 3000. Whereas a farmer service society is meant for serving a compact group of villages covering a population of 20,000. Okay, comparing to primary agriculture credit societies, a farmer service societies covers more area, or more its area of operation is wider than primary agricultural societies or service cooperative societies. That is the first difference. The area of operation of farmers service society is wider than the primary service cooperative societies or agricultural cooperative societies. Clear? Then the second difference is in the service society, usually the agriculturalists of the area only are admitted as members. Okay, but in the farmer service society, not only the agriculturalists but also artisans, agricultural laborers and others are admitted. ഇവിടെ പറയുന്നത് മെമ്പർഷിപ്പ് എൻട്രിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അഗ്രികൾച്ചറലിസ്റ്റിന് മാത്രമേ ഒരു പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ മെമ്പറായിട്ട് വരാൻ അഡ്മിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. പക്ഷേ ഒരു ഫാർമർ സർവീസ് സൊസൈറ്റീസിൽ കുറച്ചുകൂടി എന്താ പറയുക, അഗ്രികൾച്ചറലിസ്റ്റിന് മാത്രമല്ല ആർട്ടിസാൻസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ലേബേഴ്സ്, ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആളുകളെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് രണ്ടാമത്തെ ഒരു ഡിഫറൻസ്. ദെൻ തേർഡ് ഡിഫറൻസ്, any member of the society, irrespective of his wealth or poverty, can become a member of the managing committee of the service society. അപ്പോൾ ഒരു പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ ആർക്ക് വേണമെങ്കിലും, അവിടെ അയാളുടെ വെൽത്തോ അതുപോലെയുള്ള ഫിനാൻഷ്യൽ പൊസിഷനോ ഒന്നും തന്നെ ഒരു കാര്യമില്ല, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെമ്പർ ആവാവുന്നതാണ്. പക്ഷെ എന്തായിരിക്കണം, ഹി മസ്റ്റ് ബി അൻ അഗ്രികൾച്ചറലിസ്റ്റ്. ഓക്കെ, ബട്ട് ഇൻ ദി ഫാർമർ സർവീസ് സൊസൈറ്റി, 2/3 of the members of the managing committee should be necessarily be from the weaker sections of the community. ഇപ്പോൾ സൊസൈറ്റിയിലെ വീക്കർ സെക്ഷനിൽ നിന്ന് 2/3 മെമ്പേഴ്സ്, മാനേജിങ് കമ്മിറ്റിയിലുള്ള 2/3 മെമ്പേഴ്സ് വീക്കർ സെക്ഷനിൽ നിന്നുള്ളാവണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട് ഫാർമർ സർവീസ് സൊസൈറ്റിയുടെ കേസിൽ. പക്ഷേ മറ്റ് നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസിൽ എന്താണ് പറയുന്നത്, എനി മെമ്പർ ക്യാൻ ബിക്കം ദ മെമ്പർ ഓഫ് ദി മാനേജിങ് കമ്മിറ്റി. ഇപ്പോൾ ഒരു ആർക്ക് വേണമെങ്കിലും മെമ്പർ ആവാം, ഒരു അഗ്രികൾച്ചറലിസ്റ്റിന് മെമ്പർ ആവാം. ഇനി ഏത് മെമ്പർക്കും അവിടെ ഒരു മാനേജിങ് കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ എന്ത് ബാധകമല്ല, അയാളുടെ വെൽത്ത് അവിടെ ഒരു ക്വസ്റ്റ്യനേ അല്ല. ഓക്കെ, അതാണ് മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, എ സർവീസ് സൊസൈറ്റി പ്രൊവൈഡ്സ് ഓൺലി ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. പ്രധാനമായിട്ടും ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് ആണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ എ ഫാർമർ സർവീസ് സൊസൈറ്റി ക്യാൻ പ്രൊവൈഡ് നോട്ട് ഓൺലി ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് ബട്ട് ഓൾസോ ലോങ് ടൈം ലോൺസ്. ഇപ്പോൾ ഷോർട്ട് പീരീഡിലേക്കും മീഡിയം പീരീഡിലേക്കുള്ള ലോണിന് പുറമെ ലോങ് ടൈം ലോൺസും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് മറ്റൊരു ഡിഫറൻസ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഡിഫറൻസ്, എ സർവീസ് സൊസൈറ്റി യൂഷ്വലി പ്രൊവൈഡ്സ് ഓൺലി agricultural loans and it will not give loans for subsidiary occupations like poultry, cottage industries, etc. But a farmer service society is expected to give not only agricultural loans but also loans for subsidiary occupations like poultry, dairy, cottage industries, etc. അപ്പോൾ അഗ്രികൾച്ചറൽ പർപ്പസിനുള്ള ലോൺസ് മാത്രമാണ് ഒരു സർവീസ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഫാർമർ സർവീസ് സൊസൈറ്റി അതിൻ്റെ കൂടെ എന്തുകൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സബ്സിഡറി ഒക്യുപ്പേഷൻ എന്ന് വെച്ചാൽ പൗൾട്രി ഫാമിംഗ്, ഡയറി, കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള പർപ്പസിനുള്ള
സബ്സിഡറി ഒക്യുപ്പേഷന് വേണ്ടിയിട്ടുള്ള ലോൺസും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മറ്റൊരു ഡിഫറൻസ്. ഇനി ബേസിക്കലി എ സർവീസ് സൊസൈറ്റി ഈസ് മീൻ ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ആൻഡ് അതർ ഇൻപുട്സ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ബട്ട് ദേ ആർ നോട്ട് സപ്പോർട്ടഡ് ബൈ എക്സ്റ്റൻഷൻ സർവീസ്. ഓക്കെ, ഒരു സർവീസ് സൊസൈറ്റിയുടെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ മെമ്പേഴ്സിന് ക്രെഡിറ്റും അതുപോലെയുള്ള മറ്റ് ഇൻപുട്സും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നോർമലി അവർ എക്സ്റ്റൻഷൻ സർവീസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദി ഫാർമേഴ്സ് ഹാവ് ടു അപ്രോച്ച് ദി അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ ഓഫീസർ. ഇപ്പോൾ ഒരു ബ്ലോക്കിലുള്ള അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ ഓഫീസറെ അപ്രോച്ച് ചെയ്താൽ ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടും. ഇനി എന്തെങ്കിലും എക്സ്റ്റൻഷൻ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ. But in the case of a farmer service society, it is expected to provide the necessary extension service along with the credit and other inputs. ക്രെഡിറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പുറമെ ഈ ഫാർമർ സർവീസ് സൊസൈറ്റി ഡയറക്റ്റ് ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എക്സ്റ്റൻഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. That is, the society has to appoint the required technical staff or get them on free service basis from the government. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്റ്റൻഷൻ സർവീസസ് അതിനെക്കുറിച്ച് ആളുകൾക്ക് അതിനുള്ള ഒരു അവയർനെസ് കൊടുക്കാനും അവർക്കൊരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഫാർമർ സർവീസ് സൊസൈറ്റി എന്ത് ചെയ്യാറുണ്ട്? ടെക്നിക്കൽ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫ്രീ സർവീസൊക്കെ ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിലുള്ള എക്സ്റ്റൻഷൻ സർവീസസ് മറ്റുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനേക്കാളും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിലൊക്കെ ഫാർമർ സർവീസ് സൊസൈറ്റി കുറച്ചുകൂടി മുൻപിലാണെന്നർത്ഥം. Next is a cooperative society or primary agriculture society usually persuades its members to sell their agricultural produce through the nearby cooperative marketing societies in the area. അപ്പോൾ ഈ അഗ്രികൾച്ചറലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നത് പലപ്പോഴും എങ്ങനെയാവാം? അവരുടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് വഴിയാവാം. അതിന് വേണ്ടിയിട്ട് ചില കേസിലെങ്കിലും അവർ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ക്രെഡിറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ലോൺ ആപ്ലിക്കേഷൻ്റെ കൂടെ ഒരു അണ്ടർടേക്കിംഗ് വാങ്ങി വെക്കാറുണ്ട്. അണ്ടർടേക്കിങ്ങിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ സർവീസ് സൊസൈറ്റി തന്നെ എന്ത് ചെയ്യും? ഈ പ്രൊഡ്യൂസ് മാർക്കറ്റ് ചെയ്യും. അതായത് ഈ സർവീസ് സൊസൈറ്റീസിൻ്റെ കീഴിലുള്ള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് വഴി മാത്രമേ ഇവരുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് സാധാരണയായിട്ട് വാങ്ങാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എ ഫാർമർ സർവീസ് സൊസൈറ്റി ഷുഡ് മാനേജ് ദി മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ദി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. സാധാരണഗതിയിൽ ഫാർമർ സർവീസ് സൊസൈറ്റി തന്നെയാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൻ്റെ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഫാർമർ സർവീസ് സൊസൈറ്റി തന്നെ ഡയറക്റ്റാണ്. നെക്സ്റ്റ് ഈസ് ഇൻ എ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റി ഇസ് ദ സെക്രട്ടറി ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി. ഇപ്പോൾ ഒരു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് he is the secretary but he is not a member of the managing committee. മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പർ അല്ലാത്ത ഒരാളാണ് ആരായിട്ട് വരുന്നത്? സെക്രട്ടറി അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റി ആയിട്ട് വരുന്നത്. പക്ഷേ ഫാർമർ സർവീസ് സൊസൈറ്റീൻ്റെ കേസിൽ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി ഫാർമർ സർവീസ് സൊസൈറ്റി ഇസ് ദി മാനേജിംഗ് ഡയറക്ടർ. അയാളുടെ മാനേജിംഗ് ഡയറക്ടറും എന്നുള്ളൊരു പൊസിഷൻ കൂടി അയാൾക്ക് കൈകാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ. ആൻഡ് ഹു ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി. ബേസിക് ഡിഫറൻസ് അതാണ്. ഈ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ആൾ ഹി ഈസ് ദി മെമ്പർ ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി. പക്ഷേ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഹി ഈസ് ദ സെക്രട്ടറി ബട്ട് ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി. ഓക്കെ, സോ ദീസ് ആർ ദി differences between service cooperative societies and farmers service society.